ഹായ് എവരിവൺ, ഈസി കോമേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി ഇല്ലസ്ട്രേഷൻ 5.3.1 ആണ്. ഇത് വെരി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ്. ഇത് എൻട്രീസ് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് കഴിഞ്ഞ സീനിയേഴ്സ് ബാച്ചിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. കേരള യൂണിവേഴ്സിറ്റി MG യൂണിവേഴ്സിറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പം നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. Kalyan Traders having is a head office at Chennai with branches at Calicut and Kannur. Kalyan Traders having is a head office at Chennai with branches at Calicut and Kannur. ചെന്നൈയിൽ ഹെഡ് ഓഫീസ് ഉള്ള കല്യാൺ ട്രേഡേഴ്സിന് കോഴിക്കോടും കണ്ണൂരും ബ്രാഞ്ചുകളുണ്ട്. കോഴിക്കോട് വേറെ പേരാണ് കാലിക്കറ്റ് എന്ന് പറയും. മനസ്സിലായോ? ചെന്നൈയിൽ ഹെഡ് ഓഫീസ് ഉള്ള കല്യാൺ ട്രേഡേഴ്സിന് 2 ബ്രാഞ്ചുകളുണ്ട്. ഒന്നേതാണ് കാലിക്കറ്റും മറ്റൊന്ന് കണ്ണൂർ ബ്രാഞ്ചാണ് അല്ലേ. ക്ലോസസ് ഇസ് ആനുവൽ അക്കൗണ്ട്സ് ഓൺ 31st December when the following transactions have taken place. ഡിസംബർ 31 കമ്പനി, അതായത് കല്യാൺ ട്രേഡേഴ്സിന് തങ്ങളുടെ വാർഷിക കണക്കുകൾ, അതായത് ആനുവൽ അക്കൗണ്ട്സ് അവസാനിപ്പിക്കുമ്പോൾ താഴെ പറയുന്ന ട്രാൻസാക്ഷനുകളാണ് നടന്നിട്ടുള്ളത്. ഈ ട്രാൻസാക്ഷൻ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റിംഗ് ജേർണൽസ് ഉണ്ടാക്കണം. ആരുടെ ബുക്കിലാണ്? ഹെഡ് ഓഫീസിന്റെ ബുക്കിലാണ്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ചെന്നൈയിൽ ഹെഡ് ഓഫീസുള്ള കല്യാൺ ട്രേഡേഴ്സിന് കാലിക്കറ്റിലും കണ്ണൂരിലും ബ്രാഞ്ചുകളുണ്ടെന്ന് പറഞ്ഞു. ഡിസംബർ 31 കല്യാൺ ട്രേഡേഴ്സിന് തങ്ങളുടെ വാർഷിക കണക്കുകൾ, അതായത് ആനുവൽ അക്കൗണ്ട്സ് അവസാനിപ്പിക്കുമ്പോൾ താഴെ പറഞ്ഞ ട്രാൻസാക്ഷനുകൾ നടത്തിയിട്ടുണ്ട്. ഈ ട്രാൻസാക്ഷൻ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റിംഗ് ജേർണൽസ് പ്രിപ്പയർ ചെയ്യണം. ആരുടെ ബുക്കിലാണ്? ഹെഡ് ഓഫീസിന്റെ ബുക്കിലാണ്. ഓക്കെ, അപ്പൊ നമ്മളിത് പറയുന്നതിന് മുന്നേ ഞാൻ 2 കാര്യങ്ങളൊന്ന് പറയാം. ഒന്ന് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ഉണ്ട്, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ഉണ്ട്. ക്യാഷ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരാൾക്ക് ഒരു ഡേറ്റിൽ പൈസ കൊടുക്കും. പക്ഷെ ആ ഡേറ്റിൽ പൈസ കിട്ടണമെന്നില്ല, അത് വേറെ ഡേറ്റിലായിരിക്കും പൈസ ഇടുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ക്യാഷ് ഇൻ ട്രാൻസിറ്റ്. ഫോർ എക്സാമ്പിൾ, ഞാൻ റാണിക്ക് ഡിസംബർ 30 ഒരു പൈസ അയച്ചിട്ടുണ്ട്. പക്ഷേ അത് റാണിയുടെ കയ്യിലിട്ടുന്നത് അടുത്ത വർഷം ജാനുവരിയിൽ ഏതെങ്കിലും ഒരു ഡേറ്റിലേക്ക് കിട്ടേക്കും. അപ്പോൾ അത് പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ, അതിനാണ് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലല്ലോ? ഇനി പൈസയുടെ സ്ഥാനത്ത് സാധനങ്ങളാണെങ്കിലോ അവ വിളിക്കുന്ന പേരാണ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. ഇത്രയാണ് വ്യത്യാസം. മനസ്സിലാലോ? അപ്പൊ ട്രാൻസിറ്റിന് വ്യത്യാസം മനസ്സിലാലോ? അപ്പൊ എന്തോ ഞാൻ പറഞ്ഞ, നമ്മൾ ഒരു ഡേറ്റിൽ പൈസ കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ ആ ഡേറ്റിൽ അയാൾക്ക് പൈസ കിട്ടിയിട്ടില്ല. ചിലപ്പോൾ അടുത്ത വർഷം ഏതെങ്കിലും ഒരു മാസത്തിലോ ഏതെങ്കിലും ഒരു ദിവസത്തിലായിരിക്കും പൈസ കിട്ടുന്നത്. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യത്തെ ട്രാൻസാക്ഷന്റെ പ്രോബ്ലം നമ്മൾ ഇന്നലെ ബ്രാഞ്ചിന്റെ ബുക്സിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ആരുടെ ബുക്കിൽ എഴുതുന്നത്? ഹെഡ് ഓഫീസിന്റെ ബുക്കിലാണ് എഴുതുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്നത് റെമിറ്റേഷൻസ് ഓഫ് ₹45,000 മെയ്ഡ് ബൈ കാലിക്കറ്റ് ബ്രാഞ്ച് ടു ഈസ് ഹെഡ് ഓഫീസ് ഓൺ 13th December, റിസീവ്ഡ് ബൈ ഹെഡ് ഓഫീസ് ഓൺ 6th January, അതായത് നെക്സ്റ്റ് ഇയർ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഡിസംബർ 30 കാലിക്കറ്റ് ബ്രാഞ്ച് ഹെഡ് ഓഫീസിലേക്ക് അയച്ചത് 45,000 രൂപയാണ്. പക്ഷേ ഹെഡ് ഓഫീസിന് കിട്ടിയത് എപ്പോഴാണ്? ആ പൈസ കിട്ടിയപ്പോഴാണ് ജാനുവരി 6 അതായത് അടുത്ത വർഷമാണ്. കണ്ടോ? മനസ്സിലല്ലോ? കാലിക്കറ്റ് ബ്രാഞ്ച് ഹെഡ് ഓഫീസിൽ പൈസ ചെയ്തിരിക്കുന്നത് എപ്പോഴാണ്? ഡിസംബർ 30 എത്ര രൂപ? 45,000 രൂപ. പക്ഷെ ഹെഡ് ഓഫീസിന് കിട്ടിയത് എപ്പോഴാണ്? ജാനുവരി 6 അത് അടുത്ത വർഷം ജാനുവരി 6 അപ്പൊ പൈസയുടെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് ക്യാഷ് ഇൻ ട്രാൻസിറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ആരുടെ ബുക്കിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഹെഡ് ഓഫീസിന്റെ ബുക്കിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ജേർണൽസ് വേണം എഴുതേണ്ടത്. അപ്പൊ എൻട്രി നോക്കി. അപ്പൊ ഹെഡിങ് മനസ്സിലാലോ? ഇന്റെ ബുക്സ് ഹെഡ് ഓഫീസിന് എഴുതുക. ഹെഡിങ് എന്ത് ചെയ്യണം? ജേർണൽ. എത്ര കോളംസ് വരയ്ക്കണം? 5 കോളംസ് വരയ്ക്കുക. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. ഇവിടെ നമുക്ക് ഡേറ്റ് കോളം ഇല്ല, പകരം നമുക്ക് 1, 2, 3 മാത്രമേ മെൻഷൻ ചെയ്യും. അപ്പൊ നമ്മൾ അത് ഇട്ട് പോയാൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ പഠനം വേണം. ഓക്കെ, അപ്പൊ എൻട്രി എന്താണ്? ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട്. നമ്മൾ ഒരു വീഡിയോക്കകത്ത്, അതായത് ഇതിന് മുന്നൊരു വീഡിയോക്കകത്ത് നമ്മൾ ക്യാഷ് ഇൻ ട്രാൻസിറ്റിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ. അത് ആരുടെ ബുക്കിലായിരിക്കും? ബ്രാഞ്ചിന്റെ ബുക്സിലായിരുന്നു അല്ലേ.
അപ്പോൾ ബ്രാഞ്ചിൻ്റെ ബുക്സിൽ എഴുതുമ്പം നമ്മൾ അവിടെ ആരെ മെൻഷൻ ചെയ്യും? ഹെഡ് ഓഫീസിനായിരിക്കും മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ എൻട്രി എന്തുമായിരുന്നു? ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട് ആയിരുന്നു അല്ലേ. ഇതിപ്പോൾ നമ്മൾ ആരുടെ ബുക്കിൽ എഴുതുന്ന? ഹെഡ് ഓഫീസിൻ്റെ ബുക്കിലാണ് അല്ലേ. അപ്പോൾ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട്. എത്ര രൂപ? 45,000 രൂപ. മനസ്സിലല്ലോ. അപ്പോൾ നരേഷൻ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ എഴുതാം, ക്യാഷ് റെമിറ്റഡ് ബൈ കാലിക്കറ്റ് ബ്രാഞ്ച് സ്റ്റിൽ ട്രാൻസിറ്റ് എന്ന് എഴുതിയാൽ മതി. എത്ര മനസ്സിലായോ? ഓക്കെ. ഇനി രണ്ടാമത് നോക്കി, കൊട്സ് പാരിങ് ₹22,000 dispatched by Kannur branch on 27 December under instructions from the head office and received by the Calicut branch on 13th December. ഇത് ബ്രാഞ്ചും തമ്മിലുള്ളതാണ്. ബ്രാഞ്ചുകളും തമ്മിലുള്ള കാര്യങ്ങളാണ്. കണ്ണൂർ ബ്രാഞ്ച് കാലിക്കറ്റ് ബ്രാഞ്ച് തമ്മിലുള്ള കാര്യമാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കി, ഗുഡ്സ് വാല്യൂ ₹22,000 dispatched by Kannur branch on 27 December under instructions from the head officer and received by the Calicut branch on 13th December. അപ്പോൾ എന്തോ പറയുന്നത്? ഹെഡ് ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം ഡിസംബർ 27-ന് കണ്ണൂർ ബ്രാഞ്ച് അയച്ച 22,000 രൂപ വിലയുള്ള സാധനങ്ങൾ ഡിസംബർ 30-ന് കോഴിക്കോട്, അതായത് കാലിക്കറ്റ് ബ്രാഞ്ചിൽ ലഭിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഹെഡ് ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം ഡിസംബർ 27-ന് കണ്ണൂർ ബ്രാഞ്ച് അയച്ച 22,000 രൂപ വിലയുള്ള സാധനങ്ങൾ കണ്ടോ, അത് കോഴിക്കോട് കാലിക്കറ്റ് ബ്രാഞ്ചിൽ എപ്പോഴാണ് കിട്ടിയത്? ഡിസംബർ 30-നായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ബ്രാഞ്ച് തമ്മിലുള്ള കാര്യങ്ങളല്ലയോ. ഓക്കെ. അപ്പോൾ അതിൻ്റെ ജേർണറി എന്താണ്? ഓക്കെ, കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ടു കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് അല്ലേ. കണ്ണൂർ ബ്രാഞ്ച് കാലിക്കറ്റ് ബ്രാഞ്ചിലേക്ക് അയക്കില്ല, അപ്പം നമ്മൾ അവരെ വേണം ഡെബിറ്റ് ചെയ്യാൻ. കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് കറസ്പോണ്ടിങ് ആര് വരും? ടു കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട്. എത്ര രൂപ? 22,000 രൂപ. കണ്ടല്ലോ. അപ്പോൾ നരേഷൻ എഴുതാം, ഗുഡ്സ് ട്രാൻസ്ഫർഡ് ഫ്രം കണ്ണൂർ ടു കാലിക്കറ്റ് ബ്രാഞ്ച് അണ്ടർ ഹെഡ് ഓഫീസ് ഇൻസ്ട്രക്ഷൻ. ഹെഡ് ഓഫീസിൻ്റെ നിർദ്ദേശപ്രകാരം കണ്ണൂർ ബ്രാഞ്ചിൽ നിന്നും നമ്മൾ എങ്ങോട്ടേക്ക് അയക്കുന്നു? കാലിക്കറ്റ് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് അയക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവനെ വേണം ഡെബിറ്റ് ചെയ്യാൻ. കറസ്പോണ്ടിങ് ആര് വരും? അയക്കുന്ന ആൾ വരും. ടു കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് 22,000 രൂപ. മനസ്സിലായോ? ഓക്കെ. ഇനി മൂന്നാമത്തെ കാര്യമാണ് depreciation amounting to ₹11,000 on Calicut branch fixed asset when accounts of such asset are maintained at the head office. Depreciation amounting to ₹11,000 on Calicut branch fixed asset when accounts of such asset are maintained at the head office. അതായത് കാലിക്കറ്റ് ബ്രാഞ്ചിൽ ഫിക്സഡ് അസറ്റുകളുടെ മേലുള്ള 11,000 രൂപ ഡിപ്രീസിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഫിക്സഡ് അസറ്റ് എന്ത് സംഭവിച്ചു? 15,000 രൂപ ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഈ അസറ്റുകളുടെ കണക്കുകൾ, അതായത് അക്കൗണ്ട്സുകൾ ഹെഡ് ഓഫീസിലാണ് സൂക്ഷിക്കുന്നത്. മനസ്സിലായോ? കാലിക്കറ്റ് ബ്രാഞ്ചിലെ ഫിക്സഡ് അസറ്റുകളുടെ മേലുള്ള 11,000 രൂപയ്ക്ക് ഡിപ്രീസിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, തേയ്മാനം സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ അസറ്റുകളുടെ കണക്കുകൾ, അതായത് അക്കൗണ്ട്സുകൾ എവിടെ സൂക്ഷിക്കുന്നത്? ഹെഡ് ഓഫീസിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ജേർണറി എന്തായിരിക്കാം? ജേർണറി നിങ്ങൾ പറഞ്ഞ് എന്താണ് എൻട്രി? കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ടു കാലിക്കറ്റ് ഫിക്സഡ് അസറ്റ്. ഉണ്ടോ? കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ടു കാലിക്കറ്റ് ഫിക്സഡ് അസറ്റ്. എത്ര രൂപ? 11,000. ഡെബിറ്റിലും ക്രെഡിറ്റിലും കാണിക്കണം. നരേഷൻ എഴുതും, ഡിപ്രീസിയേഷൻ ചാർജ് ഓൺ കാലിക്കറ്റ് ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ്. കാലിക്കറ്റ് ബ്രാഞ്ചിന് ഫിക്സഡ് അസറ്റ് ഇല്ലേ, ഫിക്സഡ് അസറ്റ് എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എൻട്രി ആണ് ഇവിടെ ഇരിക്കുന്നത്. മനസ്സിലല്ലോ? അപ്പോൾ കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ടു കാലിക്കറ്റ് ഫിക്സഡ് അസറ്റ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നാലാമത്തെയാണ് ഗുഡ്സ് വർത്ത് ₹90,000 dispatched by head office to Kannur branch on 13th December received by that branch on 7th January. അതായത് നെക്സ്റ്റ് ഇയർ. നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ പറയുന്നത് ഗുഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ എന്താ പറയുക? ഗുഡ്സ് വർത്ത് ₹90,000 dispatched by head office to Kannur branch on 13th December received by that branch on 7th January. അതായത് നെക്സ്റ്റ് ഇയർ. അപ്പോൾ എന്താ പറയുക? ഡിസംബർ 30-ന് ഹെഡ് ഓഫീസ്
കണ്ണൂർ ബ്രാഞ്ചിലേക്ക് അയച്ചിട്ടുള്ള 90,000 രൂപ വിലയുള്ള സാധനങ്ങൾ ആ ബ്രാഞ്ചിന് കിട്ടിയത് ജനുവരി 7-നാണ്. മനസ്സിലായല്ലോ? അപ്പോൾ എന്താ പറയുന്നത്, ഹെഡ് ഓഫീസിൽ ഡിസംബർ 30-നാണ് സാധനങ്ങൾ അയക്കുന്നത്. എത്ര രൂപ? 90,000 രൂപ. പക്ഷേ കണ്ണൂർ ബ്രാഞ്ചിന് കിട്ടിയത് എപ്പോഴാണ്? ജനുവരി 7-ാം തീയതി, അടുത്ത വർഷം. അപ്പോൾ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? ഗുഡ്സിൻ്റെ കാര്യമല്ലയോ അല്ലേ? അതിനെടുക്കുന്ന പേരാണ് ഗുഡ്സ് ട്രാൻസിറ്റ്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ക്യാഷ് ഇൻ ട്രാൻസിറ്റ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആക്കിയാൽ മതി. അപ്പോൾ എൻട്രി പറഞ്ഞു ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെബിറ്റ് എവിടേക്ക് അയച്ചത്? കണ്ണൂർ ബ്രാഞ്ചിൽ. അപ്പോൾ ടു കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട്. ഇത് നമ്മൾ ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ എഴുതുന്നതുകൊണ്ടാണ് നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് ബ്രാഞ്ചിൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ബ്രാഞ്ചിൻ്റെ ബുക്കിലാണ് വരുന്നതെങ്കിൽ നമ്മൾ തിരിച്ച് ഹെഡ് ഓഫീസിൻ്റെ പേര് എഴുതും. ഓക്കെ. അപ്പോൾ എൻട്രി പറഞ്ഞ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട്. എത്ര രൂപ? 90,000. അപ്പോൾ നരേഷൻ താം ഗുഡ്സ് സെൻഡ് ബൈ ഹെഡ് ഓഫീസ് സ്റ്റിൽ ട്രാൻസിറ്റ്. അപ്പോൾ ഹെഡ് ഓഫീസ് നമ്മൾ എന്ത് ചെയ്യുക? കണ്ണൂർ ബ്രാഞ്ചിലേക്ക് നമ്മൾ സാധനങ്ങൾ അയക്കുകയാണ്. അവർ ഡിസംബർ 30-നാണ് അയക്കുന്നത്. പക്ഷേ കിട്ടിയത് എപ്പോഴാണ്? ജനുവരി 7-നാണ്, അടുത്ത വർഷം. മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്ത എത്രാമത്തെയാണ്? 5-ാമത്തെയാണ് അല്ലേ? അപ്പോൾ നിങ്ങളിത് പറഞ്ഞ് കാലിക്കറ്റ് ബ്രാഞ്ച് പെയ്ഡ് ₹4,000 ഡിവിഡൻസ് ടു എ ലോക്കൽ ഷെയർ ഹോൾഡർ ഓൺ ബിഹാഫ് ഓഫ് ദി ഹെഡ് ഓഫീസ്. കാലിക്കറ്റ് ബ്രാഞ്ച് പെയ്ഡ് ₹4,000 ഡിവിഡൻസ് ടു എ ലോക്കൽ ഷെയർ ഹോൾഡർ ഓൺ ബിഹാഫ് ഓഫ് ദി ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസിന് വേണ്ടി കാലിക്കറ്റ് ബ്രാഞ്ച് ഒരു ലോക്കൽ ഷെയർ ഹോൾഡേഴ്സിന് 4,000 രൂപ ഡിവിഡൻഡ് നൽകിയിട്ടുണ്ട്. ഹെഡ് ഓഫീസിന് വേണ്ടി കാലിക്കറ്റ് ബ്രാഞ്ച് ഒരു ലോക്കൽ ഷെയർ ഹോൾഡേഴ്സിന്, ലോക്കൽ മീൻസ് ആണ് പ്രാദേശിക, ഒരു ലോക്കൽ ഷെയർ ഹോൾഡേഴ്സിന് 4,000 രൂപ എന്ത് നൽകിയിട്ടുണ്ട്? ഡിവിഡൻഡുകൾ നൽകിയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ എൻട്രി പറഞ്ഞു. അപ്പോൾ എന്തോ കൊടുത്തത്? ഡിവിഡൻഡ് അല്ലേ? അപ്പോൾ ഡിവിഡൻഡ് അക്കൗണ്ട് ഡെബിറ്റ് ടു കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട്. മനസ്സിലായോ? അപ്പോൾ എൻട്രി എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് അക്കൗണ്ട് ഡെബിറ്റ് ടു കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട്. ഹെഡ് ഓഫീസിന് വേണ്ടി കാലിക്കറ്റ് ബ്രാഞ്ച് ഒരു ലോക്കൽ ഷെയർ ഹോൾഡേഴ്സിന് 4,000 രൂപ ഡിവിഡൻഡ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിവിഡൻഡ് പോവുകയില്ല. അപ്പോൾ നമ്മൾ ഡിവിഡൻഡിനാണ് ഡെബിറ്റ് ചെയ്യുന്നത്. കൊടുത്തത് ആരാണ്? കാലിക്കറ്റ് ബ്രാഞ്ച് ആയിരിക്കും. മനസ്സിലായോ? 4,000 രൂപ. നരേഷൻ്റെ എഴുതി ഡിവിഡൻഡ് പെയ്ഡ് ബൈ കാലിക്കറ്റ് ബ്രാഞ്ച് ഓൺ ബിഹാഫ് ഓഫ് ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസിന് വേണ്ടി കാലിക്കറ്റ് ബ്രാഞ്ച് ഒരു ലോക്കൽ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് നൽകുന്നുണ്ട്? ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്ത പറയുന്നത് എന്താണ്? 6-ാമത്തെയാണ്. അത് വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ കേട്ടോ. നോക്കുക, 6-ാമത്തെയാണ്. എ സം ഓഫ് ₹6,000 ബീയിങ് അരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് കുടിശ്ശിക എന്ന് പറയും. of call money was received by the Kannur branch from a shareholder in November but was not communicated to the head office till 3 January. അതായത് നെക്സ്റ്റ് ഇയർ. അപ്പോൾ എന്താ പറയുന്നത്? എ സം ഓഫ് ₹6,000 being arrears of call money was received by the Kannur branch from a shareholder in November but was not communicated to the head office till 3 January. അതായത് നെക്സ്റ്റ് ഇയർ. എന്തോ പറഞ്ഞിരിക്കുന്ന? നവംബറിൽ ഒരു ഷെയർ ഹോൾഡറിൽ നിന്ന് അരിയസ് ആയിട്ടുള്ള 6,000 രൂപ കോൾ മണി കണ്ണൂർ ബ്രാഞ്ചിൽ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ജാനുവരി 3 വരെ ഹെഡ് ഓഫീസിനെ അറിയിച്ചിരുന്നില്ല. അതായത് അടുത്ത വർഷം ജാനുവരി 3-ാം തീയതി. ഡിസംബർ ക്ലോസ് ചെയ്യുമ്പോൾ പിന്നെ അടുത്ത വർഷം ജാനുവരി ആയി. അതാണ്. അപ്പം എന്താ പറയുന്നത്? നവംബറിൽ ഒരു ഷെയർ ഹോൾഡറിൽ നിന്ന് അരിയസ് ആയിട്ടുള്ള 6,000 രൂപ കോൾ മണി കണ്ണൂർ ബ്രാഞ്ചിന് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ജാനുവരി 3 വരെ, ഇതിൽ മീൻസ് എന്താണ്? വരെ ഹെഡ് ഓഫീസിനെ അറിയിച്ചിരുന്നില്ല. അപ്പോൾ അതിൻ്റെ എൻട്രി എന്താണ്? കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ടു കോൾസ് ഇൻ അരിയസ്. കുടിശ്ശിക്ക് കിട്ടിയത് ആരാണ്? കണ്ണൂർ ബ്രാഞ്ചിലേക്ക്. അപ്പോൾ നമ്മൾ അവരെ വേണം ഡെബിറ്റ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ കറസ്പോണ്ടിങ് എന്തോ കൊടുത്തത്? കോൾസ് ഇൻ അരിയല്ലേ കുടിശ്ശിക. കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ടു കോൾസ് ഇൻ അരിയസ് അക്കൗണ്ട്. എത്ര രൂപ? 6,000 രൂപ.
നരേഷൻ്റെ ഇരിക്കുന്ന കോൾ സിനാരിയോ റിസീവ്ഡ് ബൈ കണ്ണൂർ ബ്രാഞ്ച് ഓൺ ബിഹാഫ് ഓഫ് ഹെഡ് ഓഫീസ് ഉണ്ടോ? മനസ്സിലല്ലോ. അപ്പോൾ ഹെഡ് ഓഫീസിന് വേണ്ടി കണ്ണൂർ ബ്രാഞ്ചിലേക്ക് കോൾ സിനാരിയോ അതായത് കുടിശ്ശിക എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. മനസ്സിലല്ലോ. പക്ഷെ അത് ഹെഡ് ഓഫീസ് ജനുവരി 3 അറിയിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്ര മനസ്സിലാലോ. ഓക്കെ, ഇനി ലാസ്റ്റ് സംഭവമാണ് അറിഞ്ഞിരിക്കേണ്ടത്. കാലിക്കറ്റ് ബ്രാഞ്ച് ഡ്രോസ് എ ബിൽ റിസീവബിൾ ഫോർ ₹50,000 on Kannur branch which sends in is acceptance. Calicut branch draws a bill receivable for ₹50,000 on Kannur branch which sends is acceptance. കോഴിക്കോട് ബ്രാഞ്ച് കണ്ണൂർ ബ്രാഞ്ചിന് മേൽ 50,000 ഒരു ബില്ല് തയ്യാറാക്കുന്നു. അത് കണ്ണൂർ ബ്രാഞ്ച് അത് സ്വീകരിക്കുന്നുണ്ട്. കാലിക്കറ്റ് ബ്രാഞ്ച് കണ്ണൂർ ബ്രാഞ്ച് മേൽ 50,000 ഒരു ബില്ല് ഡ്രോൺ ചെയ്യുന്നുണ്ട്, തയ്യാറാക്കുന്നുണ്ട്. കണ്ണൂർ ബ്രാഞ്ചിന് അതെന്ത് ചെയ്യുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. അപ്പം അവിടെ 2 എൻട്രീസ് ആണ് വരുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ബില്ല് പേയബിൾ, ബില്ല് കൊടുക്കുന്നതും. രണ്ടെന്താണ്, ബില്ല് കിട്ടാവുന്നതും. ഒന്നെന്ന് പറഞ്ഞാൽ ബില്ല് കൊടുക്കാവുന്നതും, രണ്ടെന്താണ് ബില്ല് കിട്ടാവുന്നതും. അപ്പോൾ ഒന്ന് ഓർക്കണം, ഈ ഒരു ട്രാൻസാക്ഷനകത്ത് നമുക്ക് 2 എൻട്രീസ് ആണ് വരുന്നത്. കാലിക്കറ്റ് ബ്രാഞ്ച് ഡ്രോൺസ് എ ബില്ല് റിസീവബിൾ ഫോർ ₹50,000 ഓൺ കണ്ണൂർ ബ്രാഞ്ച് വിച്ച് സെൻസ് ഇസ് അക്സെപ്റ്റൻസ്. കാലിക്കറ്റ് ബ്രാഞ്ച് കണ്ണൂർ ബ്രാഞ്ചിന് മേൽ 50,000 ഒരു ബില്ല് ഡ്രോൺ ചെയ്യുന്നുണ്ട്. അതെന്ത് ചെയ്യാണ്, കണ്ണൂർ ബ്രാഞ്ചിൽ അത് സ്വീകരിക്കുന്നു. അപ്പോഴാണ് ഈ 2 എൻട്രീസ് വരുന്നത്. അപ്പോൾ നമ്മൾ ബില്ല് കൊടുക്കാനുള്ളത് എൻട്രിയും വേണം, ബില്ല് കിട്ടാനുള്ള എൻട്രിയും വേണം. അപ്പോൾ നമുക്കത് നോക്കാം. അത് ലാസ്റ്റ് എൻട്രീസ് ആണ്. കണ്ടല്ലോ. ഒന്നെന്താണ്, കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ഡ്യൂ ബിൽസ് പേബിൾ അക്കൗണ്ട് 50,000 രൂപ. അതെന്തോ പറയുന്നത്, ബിൽ ഡ്രോൺ ബൈ കാലിക്കറ്റ് ബ്രാഞ്ച് കണ്ണൂർ ബ്രാഞ്ച്. കണ്ടോ, കാലിക്കറ്റ് ബ്രാഞ്ച് കണ്ണൂർ ബ്രാഞ്ചിന് മേലായിട്ടാണ് നമ്മൾ ബില്ല് ഡ്രോൺ ചെയ്യുന്നത്. മനസ്സിലോ. അപ്പോൾ നമ്മൾ കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ഡ്യൂ ബിൽസ് പേബിൾ വേണം. മനസ്സിലോ. ആ ബില്ല് ആരുടെ കയ്യിലാണ് പോകുന്നത്, കണ്ണൂർ ബ്രാഞ്ചിൽ. അപ്പോൾ നമ്മൾ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെബിറ്റ് ടു കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട്. കണ്ടല്ലോ, കണ്ണൂർ ബ്രാഞ്ചാണ് ആ ബില്ല് സ്വീകരിക്കുന്നത്. മനസ്സിലായോ. അന്നേരം ഈ എമൗണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇത്രയുള്ളൂ. മനസ്സിലായോ. കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ടു ബിൽസ് പേബിൾ അക്കൗണ്ട്. തിരിച്ചറിയുമ്പോഴാണ് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെബിറ്റ് ടു കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട്. ഇത്ര വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. ലോജിക്ക് നല്ലപോലെ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ അർത്ഥം ചെയ്യണം, നല്ലപോലെ മനസ്സിലാക്കണം. അപ്പോൾ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ആണ് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്. മനസ്സിലായോ. അപ്പം ഞാൻ 2 കാര്യം കൂടെ ഒരുമിച്ച് പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ട്രാൻസിറ്റിൻ്റെ കാര്യമാണ്. അതായത് വർഷാവസാനം പണമോ സാധനങ്ങളോ ഒരിടത്ത് നിന്ന് അയച്ചിട്ടും മറ്റൊരിടത്ത് ലഭിക്കാതിരുന്ന അവയെ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അല്ലെങ്കിൽ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിനാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇന്റർ ബ്രാഞ്ച് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടാണ്, ഒരു ബ്രാഞ്ചിൽ നിന്നും മറ്റൊന്നിലേക്ക് സാധനങ്ങൾ കൈമാറുമ്പോൾ ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ സ്വീകരിക്കുന്ന ബ്രാഞ്ചിനെ ഡെബിറ്റ് ചെയ്യുകയും അയക്കുന്ന ബ്രാഞ്ചിനെ ക്രെഡിറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഓർത്തിക്കണം. മനസ്സിലല്ലോ. ഒന്നാമത്തെ കാര്യം ഇതാണ്, ട്രാൻസിറ്റിനെ കുറിച്ച്. എന്തോ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാൽ വർഷാവസാനം പണമോ സാധനങ്ങളോ ഒരിടത്തിൽ നിന്ന് അയച്ചിട്ടും മറ്റൊരിടത്തേക്ക് ലഭിക്കാതിരുന്നാൽ അവയെ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അല്ലെങ്കിൽ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിനാണ് കാണിക്കേണ്ടത്. രണ്ടെന്താണ്, ഇന്റർ ബ്രാഞ്ച് ട്രാൻസ്ഫർ. അതായത് ബ്രാഞ്ചുകൾ തമ്മിലുള്ള കാര്യമാണ്. ഒരു ബ്രാഞ്ചിൽ നിന്നും മറ്റൊന്നിലേക്ക് സാധനങ്ങൾ കൈമാറുമ്പോൾ ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ സ്വീകരിക്കുന്ന ബ്രാഞ്ചിനെ ഡെബിറ്റ് ചെയ്യുകയും അയക്കുന്ന ബ്രാഞ്ചിനെ ക്രെഡിറ്റ് ചെയ്യുകയും വേണം. ഈ 2 കാര്യങ്ങൾ ഓർത്തിച്ചേക്കണം. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാം. താങ്ക് യു.